പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ യൂട്യൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. 1-2 കൊല്ലം മുമ്പ് ഞാനും ഇതേപോലുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സജി പാസ്റ്റർ, സജി വർഗീസ് ബംഗളൂർ, അദ്ദേഹം ബഹുമാനപ്പെട്ട അച്ഛനിട്ട വീഡിയോയെ പറ്റി വിമർശനാത്മകമായ രീതിയിൽ സംസാരിച്ചതായി കണ്ടു. വളരെ വിമർശനങ്ങൾ അദ്ദേഹം അതിൽ ഉയർത്തിയിരിക്കുന്നു. അതിനകത്ത് അദ്ദേഹം, ഞാനിപ്പോൾ ഇതിനൊരു മറുപടി പറയാൻ കാരണം, യാക്കോബായ സഭയിലെ സീനിയർ കോർ എപ്പിസ്കോപ്പമാർ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരുവിധം അഭസിക്കുന്ന രീതിയിലൊക്കെ ചില കോർ എപ്പിസ്കോപ്പ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരു നീരസത്തോടുകൂടിയാണ് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇതിനു മുമ്പ് 5-6 വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോയെ പറ്റി മറുപടിയായിട്ട് ഞാൻ ഇട്ടിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും. ഇതിനൊരു മറുപടി പറയണമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ പള്ളിയുടെ ഒന്നും ആവശ്യമില്ല, ദേവാലയത്തിൻ്റെ ആവശ്യമില്ല, വിശ്വാസികളായ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. പക്ഷേ യഥാർത്ഥമായ മാമോദിസ മുങ്ങിയ ആൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അപ്പോസ്തോലിക പാരമ്പര്യത്തോടുകൂടി അപ്പോസ്തോലിക പട്ടത്വമുള്ള അല്ലെങ്കിൽ അപ്പോസ്തോലിക കൈവെപ്പുള്ള ഒരു പട്ടക്കാരൻ നൽകുന്ന മാമോദിസ മാത്രമേ വാലിഡായിട്ടുള്ളൂ. ആ പട്ടക്കാരന് മാത്രമേ പരിശുദ്ധാത്മാവിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോസ്തോലിക കാലത്തോ പിന്നെയോ അപ്പോസ്തോലിക കൈവെപ്പുള്ള ഒരാളുടെ സാന്നിധ്യത്തിലല്ലാതെ, അദ്ദേഹം പ്രാർത്ഥിച്ചാലല്ലാതെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ മാമോദിസ മുങ്ങുന്ന ആളിൽ ആവസിച്ചതായി എവിടെയെങ്കിലും ഒരു വാക്യം കാണിക്കാമോ? കാണിക്കാൻ പറ്റില്ല. പെന്തക്കോസ്ത്, ബോണഗെയിൻ, ചർച്ച് ഓഫ് ഗോഡ് മുതലായ തുടങ്ങിയ സഭകളുടെ മാമോദീസകളൊന്നും വാലിഡല്ല. അവർക്കൊന്നും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടിയാലേ നമുക്ക് ദേവാലയങ്ങളായി തീരെയുള്ളൂ. അത് വളരെ ശരിയാണ്. ഹവ്വ ആദമിൽ മറഞ്ഞിരുന്നതുപോലെ ഉൽപ്പത്തി 2:23 പുത്രന്റെ ഉയർപ്പിന് ശരീരത്തോടുകൂടെ വിശ്വാസികളെ നാം വിശുദ്ധ മാമോദീസ വഴി ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു, സ്നാനം വഴി. അത് റോമർ 6:3-5 വായിക്കുമ്പോൾ കാണാം. അതിനാൽ സഭയിൽ കൂടാരം എന്ന പരിശുദ്ധ സഭയിലേക്കുള്ള ഏകവാതിൽ വിശുദ്ധ മാമോദീസയാകുന്നു. ഇതിനുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞ സഭയിലേക്കുള്ള പ്രവേശനം യേശു ആകുന്ന വാതിലിൽ കൂടിയാണെന്നാണ്. അത് മുഴുവൻ ശരിയല്ല. മാമോദീസ വഴി മാത്രമേ സഭയിൽ കൂടാരമാകുന്ന പരിശുദ്ധ സഭയിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. സഭയ്ക്ക് നൽകപ്പെട്ട അപ്പവീഞ്ഞകളാകുന്ന ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് യേശുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഹോളി കമ്മ്യൂണിയൻ ഉണ്ടാകുന്നു എന്നാണ് പരിശുദ്ധനായ പൗലോസ് പറയുന്നത്. അത് 1-26 കുർബാനയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വിശദമായിട്ട് അതൊക്കെ പറയുന്നുണ്ടെന്ന്. കുറച്ച് താഴോട്ട് വായിച്ചപ്പോൾ അതൊക്കെ മനസ്സിലാവും.
ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരൊക്കെ ഓരോ നടുവിൽ ഞാനുണ്ടെന്നും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നാമത്തിൽ കൂടണം. എൻ്റെ നാമത്തിൽ കൂടണമെങ്കിൽ വിശുദ്ധ മാമോദീസ ശരിയായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നമുക്ക് മാമോദീസയിൽ കിട്ടിയാൽ പിന്നെ അത് പോകില്ല. പക്ഷേ അതിനെ മന്ദീഭവിക്കുവാൻ നാം ഇടയാക്കരുത്. നാം കൂടുതൽ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിലേ അതൊന്ന് പുതുക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് പുതുക്കപ്പെടേണ്ട കാര്യമില്ല, നമ്മിലത് പുതുക്കപ്പെടാൻ, നമ്മിലത് പ്രാവർത്തികമാകാൻ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ എന്ന് തന്നെ പറയാം. നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആത്മീയ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ സഭയുടെ കൂദാശകളിലും സംബന്ധിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. നടുവിൽ വന്നു നിന്നാൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അദ്ദേഹം നടുവിൽ വന്ന് നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്നിധ്യം, അതായത് സാന്നിധ്യമാണ്. എങ്കിലും നടുവിൽ നിൽക്കുമ്പോൾ കുറേ പേര് മുൻവശത്ത്, കുറേ പേര് പുറകുവശത്ത് വരും. അപ്പോൾ അക്ഷരീയമായ അർത്ഥത്തിൽ അത് എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു വാക്യം കൂട്ടി ചേർത്തു, മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അത് ശരിയാണ്. അപ്പം ഇവരെ ആരാധിക്കുന്ന ഹോളിലൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, അത് മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയവും ഒക്കെ ദൈവനിർമ്മിതികളായ ആലയങ്ങളാണ്. ദൈവം പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയത്. സമാഗമന കൂടാരം മോശം ഉണ്ടാക്കിയതും ശലോമോൻ യെരൂശലേം ദേവാലയം ഉണ്ടാക്കിയതും ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും അനുവാദത്തോടുകൂടിയാണ്. ദാവീദ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ കയ്യിൽ രക്തക്കറയുണ്ട്, അതുകൊണ്ട് നിന്റെ മകനത് പണിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവനിർമ്മിതമാണത്. അപ്പോൾ ദേവാലയം പണി കഴിഞ്ഞ് ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. 1 രാജാക്കന്മാർ 8 അധ്യായം മുഴുവനും ശലോമോൻ്റെ പ്രാർത്ഥനയാണ്. ദൈവമേ, സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ല, എങ്കിലും നിന്റെ നാമത്തിൽ ഞാൻ ഒരു വിശുദ്ധ ദേവാലയം പണിതിരിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരോട് അവരുടെ പാപം ക്ഷമിക്കണം, അവരെ അനുഗ്രഹിക്കണം. ദീർഘമേറിയ ഒരു പ്രാർത്ഥനയാണ് ശലോമോൻ അവിടെ നടത്തുന്നത്. 1 രാജാക്കന്മാർ 9:3 നാം വായിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ ആലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഉണ്ടോ? വിശുദ്ധീകരണമാണ് അവിടെ. ശുദ്ധീകരിക്കുകയാണ് ദൈവം വന്ന്. ഞങ്ങളുടെ ദേവാലയങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോസ്തോലിക പട്ടത്തുമുള്ള മെത്രാപ്പൊലീത്തമാരാൽ വിശുദ്ധ മോറോൻ കൂദാശ നടത്തിയൊക്കെ അത് ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവനിർമ്മിതമാണത്. മോറോനെ പറ്റി വിമർശിച്ചുകൊണ്ട് വരണ്ട, ഇതിനു മുമ്പ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ദേവാലയങ്ങളുടെ പ്രാക് രൂപങ്ങളാണ് സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയവും. അത് നശിച്ചുപോയി, രണ്ടും ഇല്ലാണ്ടായി. യെരൂശലേം ദേവാലയം നശിച്ചുപോയി, സമാഗമന കൂടാരമൊന്നും ഇല്ല, അതൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം? അപ്പോൾ അബ്രഹാം, ഇസാഖും മോശയൊക്കെ മരിച്ചില്ല, അവരെ പറ്റിയിട്ടൊന്നും പറയണ്ട. അല്ലെങ്കിൽ പഴയ ദൈവം മുഴുവൻ കഴിഞ്ഞ കാര്യങ്ങളാണ്, അതിനെപ്പറ്റിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം? പഴയ നിയമ ദേവാലയങ്ങളുടെ അതിവിശുദ്ധ സ്ഥലം പടിഞ്ഞാറേറ്റത്തായിരുന്നു, പിന്നെ താഴെ വിശുദ്ധ സ്ഥലം, പിന്നെ പ്രാകാരം, അങ്ങനെയാണ്. എന്നാൽ പുതിയ ദേവാലയങ്ങളെ നേരെ മറിച്ചാണ്. കിഴക്കേ അറ്റത്ത് അതിവിശുദ്ധ സ്ഥലം, പിന്നെ താഴെ വിശുദ്ധ സ്ഥലം, പിന്നെ പ്രാകാരം. അപ്പോൾ ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് പടിഞ്ഞാറേ വാതിൽ കൂടിയാണ്. പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെയും യെരൂശലേം ദേവാലയത്തിൻ്റെയും വാതിൽ കിഴക്ക് വശത്തായിരുന്നു. ഇവിടെ വാതിൽ പടിഞ്ഞാറ് വശത്താണ്. പടിഞ്ഞാറ് വശത്ത് കൂടി ഞങ്ങൾ പ്രവേശിച്ച് കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ദൈവനിർമ്മിതങ്ങളാണ്, അതിനെപ്പറ്റി സംശയം പറയരുത്. പിന്നെ അദ്ദേഹം പറയുന്നത്, നിർമ്മല കന്യക, സഭ നിർമ്മല കന്യകയാണ്, സംശയമൊന്നുമില്ല. മാതാവിനെ സഭയുടെ മാതാവെന്ന് പറയുന്നു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാറില്ല. ദൈവമാതാവെന്ന് തന്നെ അവർ പറയുമല്ലോ. ദൈവ മനുഷ്യൻ്റെ മാതാവാണോ കന്യക പറയാം? ആ ദൈവ മനുഷ്യനിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതൊക്കെ ഇതിനു മുമ്പ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
നിത്യകന്യയാണ് സഭയെങ്കിൽ ആ നിത്യകന്യയുടെ മകുടോദാഹരണമാണ് കന്യാമറിയം. അതുകൊണ്ടാണ് മാതാവിനെ ഞങ്ങൾ സഭയുടെ മാതാവ് എന്ന് പറയുന്നത്. മാതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ഉണങ്ങും പുകഴ്ത്തുന്നുണ്ട്. സകല തലമുറകളെ എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പിന്നെ ഞങ്ങൾക്ക് വർദ്ധമല്ലേ തൃത്വത്തിൻ്റെ വിശുദ്ധിയോ വാഴ്ത്തലോ ഒന്നും മറിയാമിന് കൊടുക്കുന്നില്ല, ആരാധിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളുടെ മാമോദിസ തൊട്ടിയെ വിശുദ്ധ മാതാവിനോട് ഞങ്ങൾ ഉപമിക്കുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞളിഞ്ഞ് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. മാമോദീസയിൽ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയരത്തിനെഴുന്നേറ്റിട്ട് വന്ന് പുതിയ സൃഷ്ടിയാവാണ്, പുതിയ മനുഷ്യനാവാണ്. പഴയ കഴിഞ്ഞു, ഇതാ പുതുതായി തീർത്തിരിക്കുന്നു. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അവിടെ. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കൂടി കർത്താവ് മനുഷ്യാവതാരം നടത്തിയതുപോലെ ഞങ്ങൾ മനുഷ്യാവതാരം നടത്തുന്നതല്ല, എന്നാലും ഒരു പുതിയ പഴയ മനുഷ്യനെ ഉരിഞ്ഞളിഞ്ഞ് പുതിയ മനുഷ്യനായിട്ട് ഞങ്ങൾ ഒരു കുട്ടി മാമോദിസ മുങ്ങുന്ന കുട്ടി അല്ലെങ്കിൽ വലിയ ആൾ പുറത്തു വരുമ്പോൾ സഭയുടെ മാതാവായിട്ടും മാമോദിസ തൊട്ടിയെ ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള പരിശുദ്ധ പിതാക്കന്മാർ അങ്ങനെയായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ മാമോദിസയെ പറ്റി സങ്കീർത്തനങ്ങൾ 45:9 പറയുന്നുണ്ട്. അത് വിശുദ്ധ മാതാവിനെ പറ്റിയാണ്. ഓഫീർ തങ്കമണിഞ്ഞ് രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞി വലതുവശത്ത് നിൽക്കുന്നു എന്നാണ്. അപ്പം അവിടെ സഭയെ രാജകുമാരിയായിട്ടും രാജ്ഞിയായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. 45:9 അത് വായിക്കുമ്പോൾ അറിയാം. സങ്കീർത്തനങ്ങൾ 45:9. പിന്നെ ഉത്തമഗീതം 4:12 ബഹുമാനപ്പെട്ട പാസ്റ്റർ അതിനെപ്പറ്റി വിമർശിച്ചു. അത് മാതാവിനെ പറ്റിയൊന്നുമില്ല, ശിവനങ്കാര്യത്തെ പറ്റിയാണോ? അത് ഞങ്ങൾ സമ്മതിക്കണോ? ഞങ്ങളതിനെ ഒന്ന് ഉപമിച്ചു. 4:12 എന്താ പറയുന്നത്? എൻ്റെ സഹോദരി എൻ്റെ കാന്ത. അപ്പോൾ സഹോദരി എങ്ങനെ കാന്തയുടെ പാസ്റ്ററായി? ഒരിക്കലും ആവില്ല. ഇസ്രായേലിൻ്റെ ഓമനപുത്രൻ, ഇസ്രായേലിൻ്റെ കാന്ത, കാന്തയെ ആയിട്ട് സഹോദരിയെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. പാസ്റ്ററും സഭയൊക്കെ വിശ്വസിക്കുന്ന അവിടെ സ്വർഗത്തിൽ ചെന്ന യേശുവുമായിട്ട് കല്യാണം നടക്കുന്നൊക്കെയാണ്. അതൊക്കെ ആലങ്കാരികമായ ഉപമകളാണ്, അത് സത്യവുമാണ്. ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഒരു ബന്ധം ലോകത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉപമിച്ചിരിക്കുന്നത്. അതൊക്കെ പാസ്റ്റർ മനസ്സിലാക്കണം. ഒരേ സമയം തന്നെ സഹോദരിയും കാന്താന്ന് പറഞ്ഞിരിക്കുന്നു, ഒരേ സമയം തന്നെ മകനും കാന്താന്ന് പറഞ്ഞിരിക്കുന്നു, ഒരേ സമയം തന്നെ രാജകുമാരി രാജ്ഞി എന്നും പറഞ്ഞിരിക്കുന്നു. ഞങ്ങളത് മാതാവിനോടൊന്ന് ഉപമിച്ചു, അത്രേ ഉള്ളൂ. പിതാവിൻ്റെ വലതുവശത്തായിട്ടാണ്, മണവാളൻ്റെ വലതുവശത്ത് ഞങ്ങൾ മണവാട്ടി നിർത്തുന്നു. വലതുവശത്തായ രാജേശ്വരി എന്ന് പറയുന്നത്, രാജാവിൻ്റെ വലതുവശത്തായ രാജേശ്വരി, പിന്നെ രാജകുമാരിയും. അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനൊക്കെ മണവാളിൻ്റെ വലതുവശത്താണ് മണവാട്ടിയെ നിർത്തുന്നത്. എല്ലാ വശങ്ങളും ഒരുപോലെയല്ല. യോഹന്നാൻ 21:6 പടകിൻ്റെ വലതുഭാഗത്ത് വീശുവിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. അവരെ അടുത്ത് വലത്തും തെക്ക് വടക്കൊക്കെ പടിഞ്ഞാറൊക്കെ വീശിയതാ, കിട്ടിയില്ല. അർത്ഥം പറഞ്ഞു വലതുവശത്ത് വീശു. അപ്പോൾ വലതുവശത്ത് ഒന്നും പ്രാധാന്യം ഇല്ലേ മാഷേ, പാസ്റ്റേ? അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55 ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് സ്തെഫാനോസ് കാണുകയാണ്. അവിടെ വലതുവശത്ത് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ വശവും ഒരുപോലെയല്ല, അപ്പം എല്ലാ ദിക്കും ഒരുപോലെയല്ല. കിഴക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മത്തായി 24:27 പറയുന്നുണ്ട്, മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ആ വാക്യം പാസ്റ്റർ കോട്ട് ചെയ്തില്ല കേട്ടോ, അതിനുമ്പ് വേറെ പലതൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ എഹെസ്കേൽ പ്രവചനവും മറ്റും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് കോൺസ്റ്റന്റ് ചക്രവർത്തി പറഞ്ഞത് ഒന്നുമല്ല അങ്ങനെ ചെയ്യുന്നത്. ആദ്യകാലം മുതൽ അങ്ങനെയാണ്, സഭയുടെ അപ്പോസ്തോലിക കാലം മുതൽ അങ്ങനെയാണ്. മനസ്സിലാക്കണം. യെരൂശലേം കോട്ടയുടെ പാഷ പറഞ്ഞ് കിഴക്കേ വാതിൽ വഴിയാണ് കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെന്ന്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല. കിഴക്കേ വാതിൽ കൂടി അകത്ത് കിടന്ന് തെക്കേ വാതിൽ വഴിയാണ് കുരിശ് ചുവപ്പിച്ചുകൊണ്ട് തലയിൽ മുൾക്കിരീടവും വെച്ചുകൊണ്ട് ക്രൂശിയെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രദക്ഷിണം പതിവിന് വിപരീതമായി തെക്കേ വാതിൽ വഴിയാണ് പുറത്ത് കിടക്കുന്നത്. ഞങ്ങളങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. യെരൂശലേം കോട്ടയുടെ തെക്കേ വാതിൽ വഴി. യെരൂശലേം കോട്ടയുടെ കിഴക്കേ വാതിൽ ഇപ്പോൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അത് സംശയമൊന്നുമില്ല. ബാക്കിയൊക്കെ പോയെങ്കിൽ ആ ഈസ്റ്റേൺ വാതിൽ ഇപ്പോഴും മതിലവിടെ നിൽക്കുന്നുണ്ട്, വാതിലവിടെ ഉണ്ട്. ഇപ്പോൾ രാജാവ് തുറക്കാൻ വന്നപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞു, ഒരു നബി അത് പറഞ്ഞു കൊടുത്തു. പിന്നെ അദ്ദേഹം വീണ്ടും അതൊന്നും കൂടെ അടയ്ക്കാൻ നോക്കുന്നുണ്ട്, കല്ലും മറ്റുമൊക്കെ വെച്ച്. അത് എഹെസ്കേൽ 44:2 എന്നാണ് എൻ്റെ ഓർമ്മ. അത് അടയ്ക്കപ്പെടാത്ത, തുറക്കപ്പെടാത്ത എന്ന് അടയ്ക്കപ്പെട്ട വാതിലായിരുന്നു. അത് തുറക്കലില്ല. അത് കന്യാകുമാരിയോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും തുറക്കപ്പെടാൻ പാടില്ല, അത് അടഞ്ഞു കിടക്കുന്ന വാതിൽ, അടയ്ക്കപ്പെട്ട വാതിൽ. അവിടെ കന്യാത്വത്തെ പറ്റിയാണെന്ന് പറയുന്നു. പലരുടെയും ധാരണ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കിഴക്കേ വാതിൽ കൂടി അകത്ത് പ്രവേശിക്കും, അതുവരെ അത് അടഞ്ഞു കിടക്കും, പിന്നെ തുറക്കുന്നതാണ്. അതെങ്ങനെ ശരിയാവണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പണ്ട് യെരൂശലേം ദേവാലയം ഉണ്ടായിരുന്നപ്പോൾ കിഴക്കേ വാതിൽ വഴിയാണ് യഹോവയുടെ തേജസ് ദേവാലയത്തിൽ കടന്നിരുന്നത്, അത് ശരിയാണ്. ഇപ്പം അവിടെ യെരൂശലേം ദേവാലയം എവിടെയാണ്? ഇനി ഉണ്ടായാലും ദേവാലയം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഉണ്ടായാലും കർത്താവ് അതിൽ കൂടി പ്രവേശിക്കില്ല. കാരണം രക്തബലികൾ നടക്കുന്നിടത്ത് ഇനി കർത്താവിനൊരു കാര്യമില്ല, കർത്താവ് അവിടെ പ്രവേശിക്കില്ല. പഴയ നിയമ യെരൂശലേം ദേവാലയം ഇനി ഉണ്ടാകില്ല, ഇനിയുള്ള യഹൂദന്മാർക്ക് ഉണ്ടാക്കാനും പറ്റില്ല. കർത്താവ് രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും, എല്ലാവരും എടുക്കപ്പെടും. അവിടെ വെച്ചാണ് സ്വർഗവും നരകമൊക്കെ. പലരുടെയും ധാരണ യാക്കോബക്കാർക്ക് യഹോവയ ദൈവമല്ല, അവർക്ക് നരകവുമില്ല. ഞാൻ ഇതിനും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഷ കേട്ടാലും കേട്ടില്ലെങ്കിലും മരിച്ചാൽ ഒന്നുകിൽ പാതാളം അല്ലെങ്കിൽ പറുദീസ. അത് വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിനുള്ളിൽ പറയാനുള്ളത്. സ്വർഗവും നരകവും ഒക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ്. നിങ്ങൾ പറയുന്നത് മരിച്ചാൽ ഉടനെ സ്വർഗത്തിലേക്ക് പോയി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങളെ മാത്രം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. അവിടെ ന്യായവിധിയിലൊക്കെ ജയിക്കുകയാണ്, അവരെല്ലാവരും വിശുദ്ധന്മാരാണല്ലോ. മരിച്ച ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോകും. യോഹന്നാൻ 14:3 എന്താ പറയുന്നത്? ഞാൻ സ്ഥലം ഒരുക്കാൻ പോകണു, ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തോളൂ. സ്ഥലം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ വരയിലേ ഒരുക്കി കഴിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വരെ ഒരു പ്രാവശ്യമുള്ളൂ, അനേകം പ്രാവശ്യമില്ല. അപ്പം മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവിന് വീണ്ടും യെരൂശലേം ദേവാലയത്തിലേക്ക് കിടക്കാനായിട്ട് കിഴക്കേ വാതിൽ കൂടി കിടക്കൂല, അത് അടച്ചെടുക്കുള്ളൂ. സ്ഥാപിക്കാൻ പറ്റി സ്ഥാപിച്ചു. സഖരിയാവ് 4:4 യഹോവയുടെ കാല് ഒരു തരത്തിൽ തൊടുവെന്നൊക്കെ പറയുന്നത് യഹോവ എന്ന് അറിഞ്ഞു വരില്ല. യഹോവ മാലാഖി അയക്കും, ദൂതൻ വന്ന് ഒരു വരയുടെ ചവിട്ടും, അവിടെ അത് രണ്ടായിട്ട് പിളരും. അതൊക്കെ സംഭവിക്കും. അത് രണ്ടാമത്തെ വരവിൽ മാത്രമേ ഉള്ളൂ. യഹോവ എവിടെ ഇറങ്ങി വന്നേക്കണേ? അബ്രഹാമിൻ്റെ അടുത്ത് യഹോവ എന്നുള്ള ഇറങ്ങി വന്നത് 3 ദൈവപുരുഷന്മാരാണ്, 3 മാലാഖമാരാണ്. തൃത്വത്തെ സൂചിപ്പിച്ചാണ് അവർ ഇറങ്ങി വന്നത്, അത് വേറെ കാര്യം. അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ 101 കുർബാന നടത്തുന്നു ഞങ്ങൾ. കുർബാന എന്താണെന്ന് അറിയാമോ? അത് സ്വർഗീയ വിരുന്നാണ്, മുൻ ആസ്വാദനമാണ്.
പൗലോസ്ലീഹ അത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ മരണത്തെ പ്രഘോഷിക്കുകയാണെന്ന്, ആഘോഷിക്കുകയാണ്. ഞങ്ങൾ സന്തോഷിച്ച് ആഘോഷിക്കണം. കാരണം അവൻ്റെ മരണം മൂലമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഉയർപ്പുണ്ട്, അതുപോലെ അത് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങൾക്കതിൽ സങ്കടമില്ലാന്നല്ല, സങ്കടമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആഘോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ 101 എന്ന് നടത്തും. ഞങ്ങൾക്ക് സന്തോഷമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഏതനുഭവം? സ്വർഗത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്, പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ അതിനെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾ വെറുതെ മറ്റേ ബണ്ണും നാരങ്ങ അവളെ കുടിക്കുന്ന പോലെയല്ല. നിങ്ങളതൊക്കെ പ്രതീകമായിട്ടാണ്. ഞങ്ങൾ പ്രതീകമായിട്ടല്ല. ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്. ഇതെൻ്റെ രക്തം രക്തം തന്നെയാണ്. പിന്നെ പാസ്റ്റർ അതിനെ വിമർശിച്ചു. അച്ഛൻ അത് ഫാസ്റ്റിങ്ങോട് കൂടി വേണം ഭക്ഷിക്കാനെന്ന് പറഞ്ഞപ്പോൾ അത് മറിയാമിൻ്റെ ഗർഭപാത്രത്തിലല്ല യേശു ജനിച്ചത്, അല്ലാതെ വയറ്റിലേക്കല്ലോ. വയറ്റിൽ പോകുന്നതൊക്കെ ദഹിച്ച് മറപ്പുറയിൽ പോകും. ഞങ്ങൾ ഈ കുർബാനയെ ശാരീരിക ഭക്ഷണമായിട്ടല്ല കാണുന്നത്, അതൊരു ആത്മീയ ഭക്ഷണമാണ്. ആത്മീയ ഭക്ഷണമാണെന്ന് പാസ്റ്റർക്ക് വിശ്വസിക്കാൻ ഭക്ഷണമായിരിക്കും. പാസ്റ്റർ മത്തായി 26:28 ഒന്ന് വായിക്കാമോ? വായിച്ചാൽ അവിടെ കാണാം. 26:28 വായിച്ചാൽ പാസ്റ്റർക്ക് അവിടെ കാണാമെന്നെന്നറിയാമോ? ഇതെൻ്റെ രക്തം, വീഞ്ഞെടുത്തിട്ട് പറഞ്ഞാണ്, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. പാപമോചനത്തിന് ഇത് നൽകപ്പെടുന്നു. പാപമോചനത്തിന് നൽകപ്പെടുന്നത് ശാരീരിക ഭക്ഷണമാണോ മാഷ്? പാസ്റ്റർ ചിലപ്പോൾ മാഷയെന്ന് മണിക്കൂർ ക്ഷമിക്കണം. പാപമോചനത്തിന് എന്ന് പറഞ്ഞാൽ കടങ്ങളുടെ പരിഹാരം, പാപങ്ങളുടെ മോചനം. പാപമോചനം കിട്ടിയാൽ നിത്യജീവൻ കിട്ടും. നിത്യജീവന് ഞങ്ങളാണ് കുർബാനയിൽ പറയുന്നത്. പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും. എൻ്റെ ശരീരം രക്തം എന്ന് പറയുമ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ ജീവനുണ്ട്. കർത്താവിൻ്റെ ജീവനാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. നിങ്ങൾക്കതൊന്നുമില്ല. അതുകൊണ്ടൊരു ആത്മീയ ഭക്ഷണമാണ്, അത് ശാരീരിക ഭക്ഷണമല്ല. അത് മറപ്പുറയിൽ പോകില്ലെന്നൊന്നും ചോദിക്കണ്ട. അങ്ങനെയൊന്നും കുർബാനയെ പരിഹസിക്കുന്നത് ശരിയല്ലെന്ന് മാത്രമേ പറയണുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന് മരിച്ച ഉടനെ സ്വർഗത്തിൽ പോകും. ആത്മാവ് മാത്രം സ്വർഗത്തിൽ പോവില്ല, നടക്കൂലത്. വേറെ പല സഭകളും വിശ്വസിക്കുന്നുണ്ട് ഉടനെ സ്വർഗത്തിൽ പോകുന്നു. ആത്മാവ് മാത്രമേ എന്നെ സ്വർഗത്തിൽ പോകണേ. കർത്താവിൻ്റെ ആത്മാവ് സ്വർഗത്തിലൊന്നും പോയിട്ടില്ല. 40 ദിവസം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. മറിയാൻ തുഴഞ്ഞതുപോലെ എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കർത്താവ് പറയില്ല, എൻ്റെ ആത്മാവ് പോയിരുന്നു. ആത്മാവ് പോയത് പാതാളത്തിൽ ചെന്ന് അവിടെ നിന്ന് മരിച്ചവരൊക്കെ ഏതിൻ്റെ പ്രതീക്ഷയിൽ കൊണ്ടുവരാനാണ്. അത് 1 പത്രോസ് 3:18 വായിക്കുമ്പോഴും 4:6 അതൊക്കെ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇനി അന്ന് സുവിശേഷം അറിയിച്ചു ഇന്ന് മരിച്ചവരോട് ഇന്ന് സുവിശേഷം അറിയിക്കുന്നില്ല. അതൊക്കെ അവരിവിടെ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൽ കൂടി കാണണം. കർത്താവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അന്ന് അവരോട് പ്രസംഗിക്കാൻ പോയത്. യഹോവ കൊന്നവരൊക്കെ അവിടെ അവൻ സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ടവരും എല്ലാവരും മാനസാന്തരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അവർക്ക് ഏതിൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോയി. 1000 ആണ്ട് കാഴ്ചയിൽ നമുക്ക് വിശ്വാസമില്ല. യാക്കോബായസം വിശ്വസിക്കുന്ന ആരാ താങ്കളോട് പറഞ്ഞു? മാമോദീസായിൽ കൂടി 1000 ആണ്ട് കാഴ്ച തുടങ്ങി. ഒരു സംശയമില്ല. കർത്താവ് വാഴാത്തൊരു സമയമില്ലെന്ന്. അവൻ എന്നേക്കും വാഴുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്. എന്നേക്കും വാഴുന്നു. യഹൂദാഗ്രഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും. അതാണ് മാലാഖ മറിയവനോട് പറഞ്ഞത്. എന്നേക്കും ആദ്യം മുതൽ അവസാനം വരെ അവൻ രാജാവാണ്. പിന്നെ അവനെ ഞങ്ങൾ അംഗീകരിക്കാതെ സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലായിപ്പോയി ലോകമെന്ന് കർത്താവിന് പറയുകയാണ്. നമ്മളും അങ്ങനെ ആയി പോകണം. അതുകൊണ്ടാണ് അതിൻ്റെ രാജ്യം വരണമെന്ന് പറയണത്. പാസ്വേഡ് രാജ്യം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്താണ്. ശരിയായിരിക്കാം, ഈ പ്രസംഗം കേൾക്കുന്നവരൊക്കെ അതിനകത്താണ്. ഒരാൾ UK നിന്ന്, ഒരാൾ മറ്റേ ന്യൂസിലാൻഡിൽ നിന്ന്, ഒരാൾ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ 1500 പേരോ അല്ലെങ്കിൽ 2000 പേരോ ആ വീഡിയോ കണ്ടാൽ അവർ മാത്രമേ ദൈവരാജ്യത്തിൽ കയറിയിട്ടുള്ളൂ. അവർ ദൈവരാജ്യത്തിൽ കയറുന്നെന്ന് ഉറപ്പ്. ഒരു പാവം ചെയ്തിട്ടില്ല അവർ. നീ ഭരിക്കുന്ന സാത്താനെ വിട്ടിട്ട് നീ ഭരിക്കുന്ന ഒരു രാജ്യം വരണം.
ആര് വേണ്ടിയെങ്കിലും കാത്തിരിക്കുകയാണ്. അത് നടക്കുക, രണ്ടാമത്തെ വരവിൽ അത് നടക്കുള്ളൂ. അത് ഭാഷ വിശ്വസിക്കണോ? നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചു എന്ന് തന്നെ ഇരിക്കണം. സ്വാർത്ഥന്മാരുമായിട്ടില്ല. ഞങ്ങൾ 1500 പേര് ഞങ്ങൾ സഭ മാത്രം കയറും, പിന്നെന്തിനാന്നു? അങ്ങനെ കയറൂല. കയറിയാലും മറ്റുള്ളവരെ കൂടി ചേർത്ത് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സമയം ഒത്തിരി ആവുകയാണ്, ഞാൻ വേഗം നിർത്തുകയാണ്. അപ്പോൾ 1000 ആണ്ടിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. കർത്താവ് എന്ന് വാഴയാണ്. പിന്നെ സ്വർഗത്തിൽ ആടും സുഖവും ഒരുപോലെയാണോ? മൃഗങ്ങളും തമ്മിൽ സ്നേഹമല്ലേ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇടയിൽ സുഖവും ആട് ഒരുമിച്ചാണോ വാഴണമെന്നൊക്കെ വെച്ചാൽ എന്തോ ഇതൊക്കെ വല്ല അർത്ഥവും മനസ്സിലാക്കിയിട്ടാണ് പറയണത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ ആര് ശത്രുക്കളല്ല. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനോട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നവരെല്ലാവരും ഒരുപോലെയാണ്. അവിടെ വഴക്കും മണക്കവും മരണവും ദുഃഖവും കരച്ചിലും ബലിയടിയും ഒന്നുമില്ല. അവരെ തൃത്വത്തെ സ്തുതിച്ച് ആരാധിച്ച് മാലാഹവരുടെ കൂട്ടത്തിൽ അങ്ങനെ കഴിയും. മാലാഹമാരെ പോലെ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങളൊക്കെ സ്വർഗത്തിലെ മാലാഹമാരെ പോലെ, ഇത് സ്വർഗത്തിൽ പ്രവേശിക്കാനേ പറ്റുള്ളൂ. ഇപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിൽ ആത്മാവ് പ്രവേശിച്ച് അവിടെ സ്വർഗപ്പം ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ തള്ളിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ സുവാസത്തിൽ ഇരിക്കുന്നുള്ളൂ പറഞ്ഞു. കർത്താവിനെ തള്ളിയിട്ട് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിപ്പുണ്ടെന്നും അതും അറിയാൻ പാടില്ല. അതൊക്കെ ശരിയായ വിശ്വാസമല്ല. കൃപ വേണം, കൃപ. കൃപ ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ യെശയ്യാവ് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. 2 തീമോഥെയോസ് 1:18 വായിക്കുകയും ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവൻ്റെ സംഗതിയാകട്ടെ. ഒനേസിഫോറസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. എല്ലാ അധ്യായത്തിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടോ? പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവത്താണ്. എല്ലാവരും എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കും. എല്ലാവരും ജീവിച്ചിരിക്കുന്നുവല്ലോ. ആരും മരിച്ചിട്ടൊന്നുമില്ല. മരിക്കാൻ കരുതി ആരും കർത്താവ് സൃഷ്ടിച്ചില്ല. ആദവിനെ ഉപയോഗിക്കും. പക്ഷെ അവർ പാപം ചെയ്തു പോയി. ആത്മാവ് മരിച്ചു, ശാരീരിക മരണം വന്നു. അലിയതും ഉണ്ടാവില്ല. അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ആദമോ ഹവയും ഇപ്പം പർദീസയിൽ തന്നെയാണ്. ഒരു സംശയമൊന്നുമില്ല. അവർ പാതാളത്തിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഹോവ കള്ളനാണെന്ന് യാക്കോബ പറഞ്ഞിട്ടോ? ഞങ്ങൾ യഹോവയിൽ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ യഹൂദന്മാർ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ യഹോവ എന്ന വാക്ക് അദോനായി, കർത്താവ് ദ ലോർഡ്, ആ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങളും അത് അംഗീകരിക്കുന്നു. ഞങ്ങൾ കർത്താവ് എന്ന് പറയുന്നു. ആ കർത്താവ് എന്ന് അവിടെ പറയുന്നത് യഹോവയാണ്. പിന്നെ ദൈവപുത്രനെയും കർത്താവ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. കുരിശിനെ എപ്പോഴും അപമാനിച്ചൊക്കെ പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കത്തില്ല. AD 68 പത്രോസ്ലീഹ, 68 67 പത്രോസ്ലീഹയെ ക്രൂശി തൂക്കി വന്നപ്പോഴേ എനിക്ക് എൻ്റെ തലയിഴായി ക്രൂശിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ കുരിശിൽ കർത്താവിനെ കാണാണ് പത്രോസ്. അവൻ്റെ പാത എനിക്ക് ചുംബിക്കണം. അത് വെറും മരക്കുരിശിൽ അതിനകത്ത് കർത്താവുണ്ടോ? ഞങ്ങൾ കുരിശ് കാണുമ്പോഴൊക്കെ അതിൽ തൂങ്ങിയ ക്രൂശിക്കപ്പെട്ട കർത്താവിനെയും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ, കുരിശിൽ നിന്നുമല്ല ഉയർത്തെഴുന്നേറ്റ്, കവറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയും ഞങ്ങൾ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുരിശ് കാണുമ്പോൾ വന്നിരിക്കുന്നത് ആ ക്രൂശിൽ തൂക്കപ്പെട്ട കർത്താവിനെയാണ് ചിന്തിക്കുന്നത്. കീഴ്മേൽ ക്രൂശിക്കണമെന്ന് പറയുമ്പോൾ എന്തുമാത്രം വേദന അനുഭവിക്കണം. ആമാശയൊക്കെ തള്ളി വന്നു, വയലേക്ക് തള്ളി വന്ന് ശ്വാസം മുട്ടിക്ക് വരികയല്ലേ. കർത്താവ് വരിച്ച അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടാണ്. അത് സംശയമൊന്നുമില്ല. അതിനോട് തുല്യപ്പെടുത്തുകയല്ലേ. ഇങ്ങനെ അത് ചിന്തിക്കണം. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ കിഴക്ക് വശത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാ വശവും ഒരുപോലെയല്ല. വലതുവശത്ത് വീശാൻ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേവാലയങ്ങളെല്ലാം കിഴക്ക് അതിവിശുദ്ധ സ്ഥലം, പിന്നെ താഴെ വിശുദ്ധ സ്ഥലം, അങ്ങനെ പോലെയാണ്. ഞങ്ങൾ പടിഞ്ഞാറവാതിൽ കൂടിയാണ് അകത്ത് പ്രവേശിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വിമർശിക്കാവൂ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.